الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. സഹോദരങ്ങളെ, സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു, ഖുൽ നബിയെ ചൊല്ലുക, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ദേഹങ്ങളോട്, സ്വന്തം നഫ്സുകളോട് ഇസ്റാഫ് കാണിച്ച, അതിക്രമം ചെയ്ത, ദുൽമ് ചെയ്ത ആളുകൾ, എൻ്റെ അടിമകളിൽ നിന്നുള്ളവരെ, അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവരുത്, ഹോപ്പില്ലാതെ പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകളും തപ്പുകളും മാപ്പാക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനും റഹീമുമാണ്. സൂറത്തുൽ ഹിജ്റിൽ ഇന്ന് ഫജ്റിൽ നമ്മൾ കേട്ട ആയത്തിലും നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, നിശ്ചയമായും എൻ്റെ അടിമകളെ നബിയെ നീ അറിയിച്ചു കൊടുക്കണം, നിങ്ങൾ നിശ്ചയമായും ഞാൻ അനൽ ഗഫൂറുർ റഹീം, നബ്ബി ഇബാദി, എൻ്റെ അടിമകളോട് അറിയിച്ചു കൊടുക്കുക, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഏറെ പൊറുക്കുന്നവനാണ്, കരുണയുള്ളവനാണ്. സഹോദരങ്ങളെ, സ്വഹീഹ് മുസ്ലിമിലും അതുപോലെ തന്നെ ഇമാം തിർമിദി തൻ്റെ സുനനിലും അബൂദാവൂദിലും എല്ലാം വന്ന ഒരു ഹദീസിൽ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അന്ന മാഇസ് ബിൻ മാലിക് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബിയാണ്. മാഇസ് റളിയല്ലാഹു അൻഹു അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അയാൾ വന്നിട്ട് ചൊല്ലുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി ഖദ് ളലംതു നഫ്സി വസനൈത്, ഞാൻ എൻ്റെ നഫ്സിനോട് ദുൽമ് ചെയ്തിരിക്കുന്നു നബിയെ, ഞാനൊരു സിന ചെയ്തിരിക്കുന്നു, വ്യഭിചരിച്ചിരിക്കുന്നു. വഇന്നി ഉരീദു അൻ തുതഹിറനി, നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, എന്താണതിന് ഒരു പരിഹാരമുള്ളത്? ഫറദ്ദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ മടക്കി അയച്ചു, തിരിച്ചയച്ചു. ഫലമ്മാ കാന മിനൽ ഗദ്, പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ, അതാഹു, അയാൾ വന്നു. ഫഖാല, അയാൾ ചൊല്ലുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്നി ഖദ് സനൈതു, ഞാൻ വ്യഭിചരിച്ചിരിക്കുന്നു നബിയെ, സിന ചെയ്തിരിക്കുന്നു. ഫറദ്ദഹു സാനിയ, സെക്കൻഡ് ടൈമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ റിട്ടേൺ കടത്തി. ഫഅർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഖൗമിഹി, അയാളുടെ ആളുകളിലേക്ക് ആളെ കടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തഅലമൂന ബിഅഖ്ലിഹി ബഅസ, അയാളെ തലക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ, അയാൾക്ക് ബുദ്ധിയില്ലേ, ഒരു തിന്മ ചെയ്തതാണ്, അത് വന്നിട്ട് അയാൾ പറയുകയാണ്, തുൻകിറൂന മിൻഹു ഷൈഅൻ, അയാളിൽ നിന്ന് വെറുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫഖാലു, അവർ ചൊല്ലി, മാ നഅലമു ഇല്ലാ വഫിയൽ അഖ്ലി മാ സാലിഹിന ഫീമാ നുറ, അയാൾ ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല, അയാൾ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. മൂന്നാമത്തെ ദിവസവും അയാൾ വന്നു. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫസഅല അൻഹു ഫഅഖ്ബറൂഹു അന്നഹു ലാ ബഅസ ബിഹി വലാ ബിഅഖ്ലി, അപ്പോഴും നബി ചോദിച്ചു, അയാൾക്ക് വല്ല പ്രോബ്ലം ഉണ്ട്, ഇയാൾ എന്താ ഈ പറയുന്നത്? അവർ ചൊല്ലിയില്ല, അയാൾക്ക് ഒരു പ്രോബ്ലം ഇല്ല, ബുദ്ധിയൊക്കെ ഉള്ള ആൾ തന്നെ. നാലാമത്തെ പ്രാവശ്യം, ഫലമ്മാ കാന റാബിഅ, നാലാമത്തെ ടൈം അയാൾ വന്നപ്പോൾ, അമറ ബിഹി ഫറുജിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, ഇസ്ലാമിക ശിക്ഷാ നിയമപ്രകാരം ഇസ്ലാമിക രാജ്യത്ത് വിവാഹം ചെയ്ത, നിക്കാഹ് കഴിഞ്ഞ ആളുകളാണ് സിന ചെയ്തത് എങ്കിൽ എറിഞ്ഞു കൊല്ലണമെന്നാണ്. അങ്ങനെ
മാഇസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊന്നു. മറ്റൊരു സംഭവം ഫജാഅത്തിൽ ഗാമിദിയ ഫഖാലത്ത്, ഗാമിദിയ ഗോത്രത്തിൽ നിന്നൊരു പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലെ, ഇന്നി ഖദ് സനൈതു ഫതഹിർനി, ഞാനും സിന ചെയ്തിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, എന്നെ ശുദ്ധീകരിക്കണം. ഫഇന്നഹു റദ്ദഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ റിട്ടേൺ കടത്തി തിരിച്ചുവിട്ടു. ഫലമ്മാ കാനൽ ഗദ് ഖാലത്ത്, രണ്ടാമത്തെ ദിവസം ആ പെണ്ണ് പിന്നെയും വന്നു, യാ റസൂലല്ലാഹ് ലിമ തറുദ്ദുനി, നിങ്ങൾ എന്തിനാണ് എന്നെ റിട്ടേൺ വിട്ടത്? ലഅല്ലക അൻ തറുദ്ദനി കമാ റദത്ത മാഇസൻ, നിങ്ങൾ മാഇസിനെ തിരിച്ചയച്ചതുപോലെ എന്തിനാണ് എന്നെയും അങ്ങനെ ചെയ്തിട്ടുള്ളത്? ഫവല്ലാഹി ഇന്നി ലഹബുല, നിശ്ചയമായും ഞാൻ പ്രഗ്നന്റ് ആണ്. ഇമ്മാല ഫദ്ഹബി ഹത്താ തരിദി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും അവരെ തിരിച്ചു കടത്തുകയാണ്, നിങ്ങൾ ഡെലിവറി ആകുന്നത് വരെ, പ്രസവിക്കുന്നത് വരെ. അങ്ങനെ അത് ഡെലിവറിയായി. ഫലമ്മ വലദത് അതത്ഹു ബിസ്സബി ഫി ഖിർഖത്തിൻ, ഒരു തുണിയിൽ ഇങ്ങനെ ആ കിടാവിനെ, കുഞ്ഞിനെ പൊതിഞ്ഞിട്ട് ആ പെണ്ണ് പിന്നെയും വന്നു, ഞാൻ പ്രസവിച്ചിട്ടുണ്ട്. നബി പിന്നെയും തിരിച്ചയച്ചു, ഇദ്ഹബി ഫർദിഇഹി ഹത്താ തഫ്തിമീഹി, അതിന് പാല് കൊടുക്കേണ്ട സമയമാണ്, അതുകൊണ്ട് തിരിച്ചയച്ചു പാല് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ പാല് കൂടി കഴിഞ്ഞപ്പോൾ പിന്നെയും ആ പെണ്ണ് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് ഫതംതുഹു, ഞാൻ പാലൊക്കെ കൊടുത്തു, അതിപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഫദഫഅ അസ്സബിയ ഇലാ റജുലിൻ മിനൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരാളിലേക്ക് ആ കിടാവിനെ, ആ കുഞ്ഞിനെ ഏൽപ്പിച്ച്, സുമ്മ അമറന്നാസ ഫറജമുഹ, പിന്നെ ജനങ്ങളോട് പറഞ്ഞു അവളെ എറിഞ്ഞു കൊന്നു. സഹോദരങ്ങളെ, തങ്ങൾ ചെയ്ത തെറ്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അത് പറയുകയും എന്താണ് അതിനൊരു പരിഹാരം, ഒരു സൊല്യൂഷൻ ഉള്ളത്? ഈ ദുനിയാവിൽ എന്ത് ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും അവർ ആത്മാർത്ഥമായി റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങി റബ്ബിന്റെ കോർട്ടിൽ നാളെ ആഖിറത്തിൽ ഇതിന്റെ പേരിൽ, ഈ ദുനിയാവിൽ ചെയ്ത തെറ്റിന്റെ പേരിൽ നരകശിക്ഷ വാങ്ങാൻ എനിക്ക് സാധ്യമല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ രണ്ടുപേരും മാഇസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഗാമിദിയ പെണ്ണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി നമസ്കാരം നിർവഹിച്ചു. അവരെ എറിഞ്ഞു കൊന്നതിന് ശേഷം അവർക്കുള്ള മയ്യത്ത് ജനാസ നിസ്കരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അവരൊരു അവരൊരു തൗബ ചെയ്തിട്ടുണ്ട്. മദീനയിലെ 70 മുനാഫിക്കുകളിൽ അല്ലെങ്കിൽ ആളുകളിൽ അത് വീതിച്ചു കൊടുത്താൽ അത്രയും അതിനേക്കാളും വലിയ തൗബയാണ്, ആത്മാർത്ഥമായ മടക്കമാണ് അവർ ചെയ്തിട്ടുള്ളത് എന്ന്. സഹോദരങ്ങളെ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരു മനുഷ്യൻ, ഫവല്ലദീ നഫ്സി ബിയദിഹി ലഖദ് താബത തൗബതൻ ലൗ താബഹ സാഹിബു മക്സിൻ ലഗുഫിറ ലഹു സുമ്മ അമറ ബിഹാ വസല്ല അലൈഹാ വദുഫിറത്. ആ പെണ്ണിന്റെ വിഷയത്തിലും ഹദീസിൽ വന്നത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി നിസ്കരിച്ചു, എന്നിട്ട് അവരുടെ മയ്യത്ത് ദഫൻ ചെയ്തു എന്ന്. സഹോദരങ്ങളെ, ഈമാനിന്റെ അങ്ങേയറ്റത്തെ ഒരവസ്ഥയാണത്. മനുഷ്യന്മാരാണ്, തെറ്റുകാരാണ്, മാസൂമിങ്ങളല്ല. അവർക്ക് വന്ന തെറ്റുകൾ, തപ്പുകൾ റബ്ബിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങി ദുനിയാവിൻ്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങി ആഖിറത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അത് ഈമാന്, ആ സ്വഹാബത്തിന്റെ ആ ഒരു ഈമാനായിരുന്നു. ചെയ്തു പോയ തെറ്റിലുണ്ടായ ആ ഒരു ഖേദവും തിന്മയിലുണ്ടായ സംഭവിച്ച തപ്പിലുണ്ടായ ഖേദവും അതുപോലെ സത്യസന്ധതയും ആത്മാർത്ഥമായി അവർ തെറ്റ് ചെയ്തു എന്നാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ നിശ്ചയമായും അവൻ തൗബ സ്വീകരിക്കുന്നവനാണ് എന്നൊക്കെയുള്ള ചരിത്രം ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ 2-3 പ്രാവശ്യം തിരിച്ചയച്ചതിലുള്ള ആ ഒരു യുക്തിയും മനസ്സിലാക്കണം. പിന്നെയും അവർക്ക് മനസ്സെന്താകുന്നില്ല, തങ്ങൾ ചെയ്ത തെറ്റിന് ഒരു പരിഹാരം, ഒരു സൊല്യൂഷൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ദുനിയാവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയാലും പ്രോബ്ലം ഇല്ല, ആഖിറത്തിൽ രക്ഷപ്പെടണം എന്നതാണ്. അപ്പോൾ ആ ഒരു സംഭവം സഹോദരങ്ങളെ ഈമാനിൻ്റെ അങ്ങേയറ്റത്തെ ഒരവസ്ഥയാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. അപ്പോൾ തെറ്റ് ചെയ്താൽ അതെല്ലാവരോടും പോയി പറയണം എന്നുള്ളതല്ല. തൗബ ചെയ്യുക ആത്മാർത്ഥമായി. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ ആത്മാർത്ഥമായി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം മാഫാക്കുന്നവനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾ, തെറ്റുകൾ ഈ വിശുദ്ധമായ റമദാനിൻ്റെ പുണ്യമാക്കപ്പെട്ട ഐതുഖു മിനന്നാർ, നരകത്തിൽ നിന്ന് അല്ലാഹു
ഓരോ രാത്രിയിലും ഓരോ നാളിലും ഓരോരുത്തരെ ഉദ്ദേശിക്കുന്നവരെ മോചിപ്പിക്കുന്നുണ്ട്, രക്ഷപ്പെടുത്തുന്നുണ്ട്. അതിൽ ഉൾപ്പെടാൻ വേണ്ടി റബ്ബിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ഖേദിച്ചു മടങ്ങുക, തൗബ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. ഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ, ഒരു നാളിൽ ഞാൻ 100 കൂടുതൽ പ്രാവശ്യം ഞാൻ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി, ഞാനിതാ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടുന്നു, അവനല്ലാതെ ഇലാഹില്ല, എല്ലാം നിയന്ത്രിക്കുന്ന എന്നെന്നും ജീവിച്ചിരിക്കുന്ന ആ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു എന്ന പ്രാർത്ഥനയൊക്കെ ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഖൽബ് കൊണ്ടും നാവ് കൊണ്ടും എല്ലാം അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകളെല്ലാം മായ്ച്ചു തരികയും സ്വർഗീയ ലോകത്ത് ഒരിടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.